നമസ്കാരം, എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ 14-ാം തീയതി അതിശക്തമായ പെയ്ത മഴയിൽ 15-ാം തീയതി ഞായറാഴ്ച ആയപ്പോഴേക്കും തിരുവനന്തപുരം സിറ്റിയുടെ പല ഭാഗങ്ങളും വെള്ളം കയറി. എന്നാൽ ഈ വെള്ളം കയറിയ ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട സിറ്റിയിലെ ഭാഗങ്ങൾ മാത്രമാണ് വാർത്താ മാധ്യമങ്ങൾ കാണിച്ചത്. മാതൃഭൂമി ആയാലും മനോരമ ആയാലും ഇനി 24 ആയാലും റിപ്പോർട്ട് ചാനലായാലും പല TV ചാനലുകളും സിറ്റിയുടെ പ്രധാന ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായപ്പോൾ അതവർ കാണിച്ചു. എന്നാൽ തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡ് വയ്യാമൂല ഭാഗങ്ങളിൽ അനന്തപുരി ഹോസ്പിറ്റലിന്റെ പുറകുവശമുള്ള ഒരു സ്ഥലമാണ് വയ്യാമൂല കാരാളി എന്ന് പറയുന്നത്. അവിടെ ആറ്റിനോട് ചേർന്നാണ് ആൾക്കാർ താമസിക്കുന്നത്. ഭവനരഹിതരായ, വസ്തുവില്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ ആറ്റിന്റെ സൈഡിൽ വീട് വെച്ച് പാർക്കുന്നുണ്ട്. ഈ പാർവതി പുത്തനാറിൽ ഏത് രീതിയിലുള്ള ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം പെട്ടെന്ന് കയറുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. മാധ്യമങ്ങൾ കാണാത്ത, മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്ത, മാധ്യമങ്ങൾ വരാത്ത, എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ കൗൺസിലർ പോലും ഇവിടെ ആ സമയത്ത് വന്നില്ല എന്നാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പരാതിപ്പെടുന്നത്. ഏതൊരു വെള്ളപ്പൊക്കം വന്നാലും, ഏതൊരു മഴ പെയ്താലും പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ആ സ്ഥലത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. എങ്കിലും ആ ആറ്റിന്റെ കരയുടെ ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തെ ഭാഗങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. കാണുക, ഒരാളുടെ പകുതി മുങ്ങിപ്പോകുന്ന നിലയിൽ വെള്ളം ആ സ്ഥലങ്ങളിൽ ഇരച്ചു കയറുകയും വീടുകളിലും മറ്റ് സാധനങ്ങൾക്കും കേടുപാട് സംഭവിക്കുകയും പലരും അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി ബന്ധുവീട്ടിൽ താമസിക്കാൻ ഇടവന്നു. എന്നാൽ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്ത, അവരാരും ഇവിടെ വരാത്ത ഒരു സ്ഥലമാണിത്. നിങ്ങൾക്ക് ഈ വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, കാണൂ. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ജലപ്രളയത്തിൽ കാരാളിയുടെ അനന്തപുരി ഹോസ്പിറ്റലിന്റെ പുറകുവശമുള്ള സ്ഥലം എപ്പോഴും ഏത് സമയവും വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലം. എന്നാൽ ഇതുവരെയും ഇല്ലാത്ത രീതിയിൽ വെള്ളം കയറിയ കാഴ്ച നിങ്ങളെ കൊണ്ടുവരുന്നു. അപ്പോൾ കാണുക. ഗോഡ് ബ്ലസ് യു.